എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ ഈ ഒരു ന്യൂസ് മാത്രമാണ് കാണുന്നത്. അപ്പൊ രണ്ട് പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടു നോക്കി. അങ്ങനെ ആ വീഡിയോകളെല്ലാം കൂടി കൂട്ടിയിണക്കിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഡീറ്റെയിലേക്ക് പോണതിന് മുമ്പ് ആദ്യമേ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഇന്നത്തെ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്കെന്നാ അടി അട്ടപ്പാടി ആടി ഞാൻ നിനക്കെന്നാ ഇത് നീ കുറെ നേരമായില്ല അട്ടപ്പാടി ആടി ഞാൻ അത് തന്നെയാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട്. വായിക്കാൻ ഇങ്ങനെ പറ്റണില്ല, ഇങ്ങനെ ഓടി പോവാണ്. മറ്റവനെ നീ എന്നെ മാ കൂട്ടി വിളിച്ചാൽ നിന്റെ തലയടിച്ചാൽ പൊട്ടിക്കോട്ടോ. നേരെ വന്ന് വിളിക്കടാ മറ്റവനെ. നീ ആരാടാ മറ്റവനെ മാ കൂട്ടി വിളിക്കുന്നേ? നിന്റെ കണ്ണു മുന്നിൽ വന്നാണല്ലോ, നിന്നെ തലയടിച്ചാൽ പൊട്ടിക്ക കേട്ടോടാ. നിന്റെ വീട്ടിൽ നീ പറഞ്ഞല്ല, നിന്റെ വീട്ടിൽ കേട്ടോ മുന്നിൽ വന്നാണല്ലോ കുറ്റി അടിച്ചാൽ പൊട്ടിക്കും നിന്റെ കുറ്റി ചേറ്റ. അവൻ എന്റെ മാ കൂട്ടി വിളിക്കും. നിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചോളാം, ഏതവനാണല്ലോ കുറ്റി അടിച്ച എന്റെ മോദം അടിച്ച പൊട്ടിക്കും കേട്ടോടാ. ഇട്ടച്ച് പോടാ, നീ പോടാ ആദ്യം ലൈവിൽ നിന്ന്. എന്റെ ലൈവ് ഞാൻ പറയും വരും. നീ നിന്റെ കാര്യം നോക്കണം. നീ ചുമ്മാ പറയുന്നല്ലോ. നീ ആരെ പ്രേതം നിന്റെ വീട്ടിൽ. ബൈബിളിൽ ഒരു സെന്റൻസ് ഉണ്ട്, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഈ രേണുസുതിയുടെ വീഡിയോയുടെ ഒരു ലൈവ് വന്നതിന്റെ ആ ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചത്. അതിന്റെ താഴത്ത് വന്നിരിക്കുന്ന ഒരു കമന്റിനുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത്. മാന്യമായ രീതിയിൽ നമുക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ അപമാനിക്കുന്ന രീതിയിൽ വന്നൊരു കമന്റ് പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ കിട്ടുന്നത്. അത് നമ്മൾ ആരും മഹാത്മാരോ വിശുദ്ധരോ അല്ല. പറയുന്ന തെറിയും കേട്ടിട്ട് മിണ്ടാതിരിക്കാനായിട്ട് സ്വാഭാവികമാണ്. നമ്മുടെ രക്തത്തിളപ്പ് വരും, ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. പക്ഷെ ഈ ഒരു റിയാക്ഷൻ രേണു ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്തതിന്റെ പേർക്ക് രേണുവിനെ എടുത്ത് റോസ്റ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഞാൻ രേണുവിനെ ന്യായീകരിക്കുകയില്ല, കാരണം എനിക്ക് ഈ രേണു സുധി അറിയത്തേ ഇല്ല. പക്ഷെ സമൂഹത്തിൽ കണ്ട ഒരു കാര്യം, ഒരു വിധവ എന്നൊരു പരിഗണന പോലും കൊടുക്കാതെ ഒരു സ്ത്രീ എന്നൊരു പരിഗണന, ഓക്കെ സ്ത്രീ ഇന്നത്തെ കാലത്ത് ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരാണ്, പക്ഷെ ഒരു വിധവ എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെയൊക്കെ മുൻപിൽ എന്താണ്? വിധവ എന്ന് പറയുമ്പോൾ വെള്ള സാരിയും ഉടുത്ത് വീടിന്റെ അകത്തളത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീ ആയിരിക്കണമെന്നാണ്. ഇവര് പുറത്തേക്ക് വന്നു, ഓക്കെ അവർക്ക് ഒരു നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. കൊണ്ടേക്ക് വാ, കിച്ചും കൂടെ വാ. ഇങ്ങനെ സന്തോഷിച്ചിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ആ കുടുംബത്തിന്റെ എല്ലാമായ ഗൃഹനാഥൻ നഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ആ കുടുംബത്തിന്റെ വിഷമം ആരെക്കൊണ്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നിരുന്നാലും ഒരു വീഡിയോ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അടുത്തയിലേക്ക് പോവാം. നമ്മുടെ ഈ മെയിൻ സങ്കടങ്ങളുണ്ടല്ലോ പ്രശാന്ത്, അതായത് നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാള് ഇല്ലാതാവുമ്പോ നമ്മളെ പൊതിയുന്ന ഒരു ടൈപ്പ് സങ്കടമുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞാൽ നമുക്കത് ശീലമാവും. യൂസ്ഡ് വരും. പിന്നെ ഡെയിലി കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തമാശ പറയാം, ചിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവാം, നല്ല ഫുഡ് എൻജോയ് ചെയ്യാം, ഈവൻ പ്രേമിക്കാം. നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ആ സങ്കടം ഇങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കും. പക്ഷെ പോവില്ല, നമ്മൾ വിട്ടാലല്ലേ പോവുള്ളൂ. എത്ര സത്യമായിട്ടുള്ള കാര്യമാണല്ലേ ഈ ഒരു ഫഹദ് ഫാസിൽ മൂവിയിൽ പറയുന്നത്. മരിച്ചവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്നും ദുഃഖം ഉണ്ടായിരിക്കും. അത് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. പക്ഷെ കുറച്ചു നാള് കഴിയുമ്പോൾ നമുക്ക് ജീവിച്ചേ പറ്റൂ ഈ ഭൂമിയിൽ. അപ്പൊ അതിനോട് നമ്മൾ കൊപ്പപ്പ് ചെയ്ത് അങ്ങ് പോകും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും ആ സങ്കടം. അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞ് വേണേ നമുക്ക് ഇരിക്കാം. പക്ഷെ അതിൽ നിന്ന് ആ ഒരു സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ചിരിച്ചു കാണിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുക എന്നത് ഒരു തന്റെ ഇടം തന്നെയാണ്, ഒരു ധൈര്യം തന്നെയാണ്. സൊസൈറ്റിയുടെ മുൻപിൽ ആരെയും കൂസാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത്.
ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്താണ് ഇതിൽ ഇട്ടേക്കുന്നത്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയാണ് കാണിച്ചത്. ഓക്കെ, അവർ തൻ്റെടി ആയിരിക്കാം, അവര് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ജീവിതം ഇപ്പൊ ഒരു തുറന്നു വെച്ച പുസ്തകം പോലെയാണ്. കാരണം അവർ എവിടെ പോയാലും ഉണ്ടാകും ഒരു 3-4-5 ക്യാമറ അവരുടെ പുറകേല്. കാരണം അവരിപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ക്യാമറകളും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോഗ്രാഫേഴ്സ് എല്ലാം അവരുടെ പുറകെയാണ്. യൂട്യൂബ് ചാനലുകളെല്ലാം അവരുടെ പുറകെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെ പോയാലും അത് വീഡിയോ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ തുറന്ന പുസ്തകമായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവര് ഒരു മീഡിയയുടെ മുൻപിൽ വന്ന് ഞാൻ ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് ഇതാണ്, എന്റെ വരുമാനം ഇതാണെന്നൊക്കെ തുറന്ന് പറയേണ്ടി വരേണ്ട ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ തന്നെയാണ്, നിസ്സഹായത തന്നെയാണ് അതിൽ കാണുന്നത്. ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസൻ ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികള്. ചേച്ചി ഈ ഒരു പേര് ചേച്ചിയോടൊപ്പം ഉണ്ട്. അതൊരു പേര് മാറ്റാനോ അല്ലെങ്കിൽ പ്രൊഫൈൽ മാറ്റാനോ ഒന്നും ചേച്ചി തയ്യാറോ കാര്യങ്ങളോ ഒന്നും അല്ല. ചേച്ചിക്ക് ഇനിയൊരു പ്രണയം ഉണ്ടാകാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യരല്ലേ, പ്രണയവും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളും കാര്യങ്ങളുമാണ്. പക്ഷെ ഇത് ഈ നിമിഷം വരെ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടനടുത്ത് മാത്രമുള്ള ഒരു വികാരമാണ്. ഏതൊരു മനുഷ്യനും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഓരോ വികാര ഫീലിങ്സ് ഒക്കെ വരും. അതൊക്കെ ഞാനും മനുഷ്യനാണ്. ആണെന്നുണ്ടെങ്കിൽ ഈ രേണു സുധി എന്നുള്ള പേരിൽ ചേഞ്ചസ് ഉണ്ടാവുമോ? പിന്നെ ചേഞ്ചസ് ഉണ്ടാവണ്ടേ? പിന്നെ സുധി എന്നുള്ള പേര് വെച്ചിട്ട് എന്നെ കാണിക്കാനാ. ഞാൻ ഒരാളെ കിട്ടിയെന്ന് വെച്ചു, ഒരാണിനെ കിട്ടി, ഹസ്ബൻഡ്. അപ്പം ഞാൻ വേറെ ആളുടെ കൂടെ താമസിക്കുമ്പോൾ സുധിച്ചേട്ടന്റെ പേര് വരുമ്പോൾ എനിക്ക് സുധിച്ചേട്ടനോടൊരു ആത്മാർത്ഥതയുണ്ട്. അത് ഞാൻ കാണിക്കണം മോശമല്ലേ? ഏട്ടനോട് കാണിക്കണം, എൻ്റെ സുധിച്ചേട്ടനോട് കാണിക്കണേ ഏറ്റവും വലിയ മോശമായിരിക്കും ഞാനത്. അപ്പം അങ്ങനെ ആളുടെ പേര് വെക്കുന്നത് ശരിയാണോ? സുധിച്ചേട്ടനുള്ള മാന്യതക്കേടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം വേറെ ആളുടെ വൈഫായി കഴിഞ്ഞിട്ട് ഏട്ടന്റെ പേര് വെക്കുക എന്ന് വെച്ചാൽ ഏട്ടനോട് കാണിക്കുന്ന എല്ലാം ഒരു മാന്യതക്കേടായിട്ട് തോന്നുന്നു. ഞാൻ ഈ അഭിനയിക്കുന്ന റീൽ ചെയ്യുന്നൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് ആഭരണം വിട്ട് നടക്കാൻ എൻ്റെ ഒരു ആഭരണം പോലും ഇല്ല. നിങ്ങൾ ഈ പറയുന്നു ഞാൻ അഭിനയിച്ച അവള് അതിലെ നടക്കുന്നു ഇതിലെ നടക്കുന്നു. എനിക്കൊരു ഡ്രസ്സ് പോലും നേരെ ചൊവ്വ മേടിക്കാൻ എൻ്റെ വരുമാനം പറ്റുന്നില്ല. കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അവർക്ക് ഒരു നേരത്തെ ആഹാരം, അവർക്ക് ഡ്രസ്സ് കൊടുക്കണം. കിച്ചു ദൂരെയാളിന് അവന് ആവശ്യമുള്ളത് ഞാൻ ഇട്ട് കൊടുക്കും, എൻ്റെ ഉള്ള പോലെ അവന് കൊടുക്കും. അത് അവനും അറിയാം. ആരും എനിക്ക് തരാനില്ല, ആരും കൊണ്ട് തരുന്നില്ല. 1-2 പ്രാവശ്യം വല്ല സുഹൃത്തുക്കൾ കൊണ്ട് ഡ്രസ്സ് തരുന്നില്ല. ഇട്ട ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോണിനകത്തെ ബാലൻസ് ഇപ്പം കാണിച്ചു തരാൻ വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു അഡ്വാൻസ് വന്നു. അഡ്വാൻസ് എത്ര ഞാൻ അത് നിങ്ങളെ കാണിക്കാം. അതിന്റെ ബാക്കി ബാലൻസ് ഞാൻ കാണിക്കാം. എന്റെ കോടികൾ എന്തായാലും ഇവരെ കാണിക്കണമല്ലോ. കുറെ നാളെ ഞാൻ കാണിക്കണമെന്ന് വെച്ചിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാം. ആകെ കിട്ടുന്ന വരുമാനം ഗൈസ് ഇതൊക്കെ ഉള്ളു. ഈ ഒരു ആൽബത്തിലൂടെയും ചെറിയ ഇന്റർവ്യൂയിലൂടെയൊക്കെ തരുന്ന ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് വെച്ചിട്ടാണ് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ എന്റെ ബാലൻസ് കാണിച്ചു തരാവേ. 49 രൂപ ഇതിനകത്തൊന്നും പോയി. ഇനി വിധവാ പെൻഷൻ വന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെയായിട്ടും അതും വന്നില്ല. 2 മാസമായിട്ട് എന്നെ ഉപേക്ഷിച്ചോ ഗവൺമെന്റ്. വിധവാ പെൻഷൻ എങ്കിലും തരണേ. ഞാൻ വേറെ കെട്ടിയിട്ടില്ല കേട്ടോ. ഇനി അവരോർത്തോ ഇനി ഞാൻ വേറെ കെട്ടിയെന്ന് ഓർത്ത് ഇനി തരാത്താണോന്നും അറിയത്തില്ല. ബാലൻസ് 950. ഇത് എത്രയാ? 951 എന്നതാ വായിക്കുന്നത്. 951 രൂപ എന്നാണോ വായിക്കുന്നത്? എനിക്ക് ഇനി ഇതും കൊണ്ട് തന്നെ ഇനി കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ നോക്കണം. ഇനി കിച്ചു വിളിക്കുമ്പോ തന്നെ അവൻ ഇതിനകത്ത് നയിച്ചു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങളുള്ള പൈസ ചെയ്ത്. ഈ വർത്തമാനം കേട്ടപ്പോ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിന്റെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. എന്നിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് എന്റെ ഭർത്താവ് ഇതാണെന്ന് തെളിയിക്കേണ്ടി വരുന്നു. അത് കൂടാതെ നമുക്ക് എല്ലാവർക്കും ഒരു തോട്ടുണ്ട്, ഇവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അതും അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും വേണമെങ്കിൽ അവർക്ക് അത് കള്ളത്തരത്തിൽ കാണിക്കാമെന്ന്. പക്ഷെ ഒന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം രേണു സുധി അത്ര വലിയ ആക്ടർ ഒന്നും അല്ല. അത്ര വലുതല്ല, അവരൊരു നല്ല ആക്ടർ ആണെന്നും എനിക്ക് അറിയത്തില്ല. കാരണം അവരുടെ 1-2 ക്ലിപ്സ് കണ്ടിട്ടുള്ളതല്ലാണ്ട് അവരുടെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലി പറയണേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്പ് കാണുമ്പോൾ അറിയാം അവർ നല്ലൊരു ആക്ടർ ആണെന്ന് ചോദിച്ചാൽ അവര് ഓക്കെ ഭാവിയിലാകുമായിരിക്കാം. ഇപ്പോൾ ഒരു തുടക്കക്കാരി എന്ന രീതിയിലാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ വരുമാനം കിട്ടത്തില്ല. പക്ഷെ അവരെ കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടാകാം, അത് സ്വാഭാവികം. അവരുടെ ഒരു ഫെയിം വിറ്റ് കാശാക്കുന്ന പലരുമുണ്ട്. പക്ഷെ അത് അറിയാതെ അവര് ഓക്കെ അതിന്റെ പുറകിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരാ പറയുന്നുണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം അവരുടെ കുടുംബം കഴിയാനായിട്ട്. ഒരാള് മരിച്ചു, ഓക്കെ, എത്രയെന്നും പറഞ്ഞായിരിക്കും ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ സൗഹൃദ ഫ്രണ്ട്സ് അവരെ സപ്പോർട്ട് ചെയ്യണത്? വളരെ കുറച്ചായിരിക്കും. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ
ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. അവരുടെ സ്ഥാനത്തായാൽ മാത്രമേ നമുക്ക് അവർ അനുഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഒരു സെക്കൻഡ് സൈഡിൽ നിന്നുണ്ട് അല്ലെങ്കിൽ എതിർവശത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തും പറയാം, എന്ത് കല്ലും എറിയാം. പക്ഷെ അതിന് മുമ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അവരൊരു അമ്മയാണ്, അവർക്കൊരു കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളെ വളർത്തണം. എത്ര വന്നാലും കിച്ചു വേറെ കൊല്ലത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അവന്റെ വരുമാനവും ഇടയ്ക്ക് അവൻ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അവന് ഇടയ്ക്കിടയ്ക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഒരു അമ്മ എന്ന രീതിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. ഓക്കെ, അവരുടെ അഭിനയത്തിലോ അവരുടെ ഡാൻസിങ്ങിലോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒരു വൾഗാരിറ്റി നിങ്ങൾ കണ്ടെന്ന് വരാം. അതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലാണ്ട് പക്ഷെ തെറി വിളിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഞാനും ആരുടെയും ഷൂവിൽ കയറി നിന്നല്ല ഇടുന്നത്. പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സോഷ്യൽ അറ്റാക്ക് ആ സ്ത്രീ നേരിട്ട് കണ്ടപ്പോൾ എനിക്കും കൂടി അതിന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ. അവളെ അവളുടെ ജീവിതം ജീവിക്കാൻ വിടുക. നിങ്ങൾ സോഷ്യൽ മീഡിയ തന്നെയാണ് ഫെയിം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് വേറൊരാൾ കൂടി രംഗപ്രവേശം ചെയ്തു. ആ പുള്ളിക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഒരു കൈ കുഞ്ഞിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് വേറൊരു കുടുംബം നോക്കി പോയ സ്ത്രീ, സ്വന്തം പേരോ സ്വന്തം ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി. പക്ഷെ ഇപ്പൊ കയറി വന്നിരിക്കുന്നു. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കളികളുണ്ട്. കാരണം രേണുവിന് കിട്ടുന്ന ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫെയിം അതിൽ പകുതി ഇങ്ങോട്ടും പങ്കുവെക്കണം, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പങ്കുവെക്കാനായിട്ടുള്ള ധൈര്യം പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പൊടിക്കുഞ്ഞിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് വേറൊരു ജീവിതം നോക്കിപ്പോയ സ്ത്രീ വന്ന് രേണുവിനെ കുറ്റം പറയുന്നു. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥ സഹിതം അവർക്കുണ്ടായത്. നമ്മൾ ചിന്തിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഞാൻ ആരുടെയും വശം പറയുമല്ലോ, കാരണം ഇവർ ആരെയും എനിക്ക് പേഴ്സണലി അറിയത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവരൊരു സ്ത്രീയാണ്, അവരൊരു വിധവയാണ്, അവരൊരു കുടുംബിനിയാണ്, അവർക്ക് ഒരു കുടുംബത്തെ നോക്കേണ്ടതുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുണ്ട്. നമ്മൾ അവരെ കരറിയും മുമ്പ് അവരുടെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കും. എല്ലാവരും ഒന്ന് ഓർത്താൽ നല്ലത്, നമ്മുടെ വീട്ടിലുമുണ്ട് അമ്മയും സഹോദരങ്ങളും എല്ലാവരും. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരം വരുമ്പോഴേ നമുക്കത് മനസ്സിലാകുള്ളൂ. അപ്പൊ അത് മുൻനിർത്തി വേണം നമ്മൾ ഒരാളെ വിധിക്കാൻ. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ.